ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് മമ്മൂട്ടി മോഹൻലാലും മാത്രമാണ്. വേറെ എത്രയോ പേരുന്നു വരുന്നു പോകുന്നു, അവരിപ്പം നിലനിൽക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സജീവമായിട്ട് നിൽക്കുന്നത് മമ്മൂട്ടി മോഹൻലാലുമാണ്. അപ്പോൾ ഇരുവരെക്കുറിച്ചും ഒരു സംഭവം ഏറ്റവും പുതിയൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അത് പുതിയ വാർത്തയാണോ പഴയ വാർത്തയാണോ നമുക്ക് പരിശോധിച്ചാലേ പറ്റുള്ളൂ. കാരണം മോഹൻലാൽ മമ്മൂട്ടിയും തമ്മിൽ നല്ല അടുപ്പം തന്നെയാണ്. ദോഷൈകതൃക്കുകൾ പറഞ്ഞു വരുത്തുന്നത് അവർക്ക് ഈഗോ ഉണ്ട്, അവർ തമ്മിൽ ശത്രുക്കളാണ്, എതിരാളികളാണ്. മോഹൻലാൽ പുറയിൽ നിന്നുകൊണ്ട് മമ്മൂട്ടി ചിത്രങ്ങളെ പരിഹസിക്കുന്നു, മമ്മൂട്ടി പുറയിൽ നിന്നുകൊണ്ട് മോഹൻലാൽ ചിത്രം ഇങ്ങനെയൊക്കെ ഒരു ടോക്കുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഒന്നാണെന്നുള്ള ഏറ്റവും ഉദാഹരണമാണ് മോഹൻലാലിൻ്റെ ഇച്ചാക്ക വിളി. ഇച്ചാക്ക വിളി എന്ന് പറഞ്ഞാൽ അത് സ്നേഹപൂർവ്വം മമ്മൂട്ടിയുടെ സഹോദരന്മാർ മമ്മൂട്ടിയെ വിളിക്കുന്നതാണ് ഇച്ചാക്ക എന്നുള്ളത്. അങ്ങനെ മമ്മൂട്ടിയുടെ മറ്റു സഹോദരന്മാർ വിട്ടുകൊണ്ട് മോഹൻലാൽ എങ്ങനെ മമ്മൂട്ടിയുടെ സഹോദരനായി എന്നുള്ളതാണത്. രസകരമായ കഥയാണെന്ന് ആലോചിക്കണം. അതിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ അപ്പച്ചൻ്റെ ഒരു സിനിമ എടുക്കാം. നമുക്ക് അപ്പച്ചൻ്റെ സിനിമ എടുക്കുമ്പോൾ അപ്പച്ചൻ്റെ സിനിമകൾ മിക്കതും ഹിറ്റല്ലേ. അപ്പോൾ അപ്പച്ചൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ മമ്മൂട്ടിയെ വിളിക്കുന്നു. മമ്മൂട്ടി വിളിക്കുമ്പോൾ അപ്പച്ചൻ പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചോ മമ്മൂട്ടി പറയുന്നു, വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരട്ടെ, അന്ന് ഞാൻ ഡേറ്റ് കൊടുക്കാം, കഥ ഇവിടെ ഒന്ന് കഥ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അത് പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് അപ്പച്ചനെ ചിലർ പറയുന്നു, ഭയങ്കര അഹങ്കാരമായി പോയി മമ്മൂട്ടി വേണമെങ്കിൽ അപ്പച്ചനോട് വീട്ടിലേക്ക് ചെല്ലാനാണ് പറയുന്നതിൽ നിന്നു. അപ്പോൾ അത് കേട്ട് അപ്പച്ചൻ പറഞ്ഞെന്താ, അങ്ങനെ ഇപ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിൽ പോയിട്ടിരിക്കുക സിനിമയിൽ അഭിനയിക്കുന്നു, വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതപ്പച്ചനാ? പലരും ചോദിച്ചെന്താ, സ്വർഗീയത്ര അപ്പച്ചനാണോ, അതോ രക്തമപ്പച്ചനാണോ, അതോ നവോദയ അപ്പച്ചനാണോ? അപ്പോൾ അപ്പച്ചന്മാർ 2-3 മലയാള സിനിമയിലുണ്ട്. പക്ഷേ എന്താ ഈ 3 അപ്പച്ചന്മാരും എടുത്ത സിനിമകളെല്ലാം ഹിറ്റ് സിനിമകളായിരുന്നു. ആലോചിക്കണം. ഒരു ഫ്ലോപ്പും അവരാരും എടുത്തിട്ടില്ല. അവരാരും ഓരോ സിനിമയും പ്രശസ്തമായിരുന്നു. ആലോചിക്കണം. അത് ഈ രക്തമപ്പച്ചൻ ചാമരം അപ്പച്ചനായിരുന്നു. ആലോചിക്കണം. അങ്ങനെയും ആ സിനിമകളുടെ പേരിലാണ് ആ അപ്പച്ചന്മാർ അറിയപ്പെട്ടത്. നമ്മളിവിടെ പറയുന്നത് സ്വർഗീയത്ര അപ്പച്ചനെ കുറിച്ചല്ല എന്നാലോചിക്കണം. നമ്മൾ നവോദയ അപ്പച്ചനെ കുറിച്ചാണ് ആലോചിക്കണം. അന്ന് മമ്മൂട്ടി ഇത്രയും പ്രശസ്തനായിരുന്നില്ല. അത് പടയോട്ടം എടുക്കാൻ തീരുമാനിച്ചൊരു കാലഘട്ടത്തിലാണ്. മമ്മൂട്ടി അന്ന് വലിയ നടനൊന്നുമല്ല. അപ്പോൾ മമ്മൂട്ടിക്ക് ആലോചിച്ച് വന്നപ്പോൾ പടയോട്ടത്തിൽ ഒരു വില്ലൻ വേഷമുണ്ട് എന്നല്ല, കമാരൻ എന്ന പേരിലാണെന്നുണ്ട്. അങ്ങനെയുള്ളൊരു കഥാപാത്രമാണല്ലോ. ആ ഒരു കഥാപാത്രത്തിൽ അഭിനയിക്കാനാണ് അപ്പച്ചൻ മമ്മൂട്ടിയെ വിളിക്കാൻ തീരുമാനിച്ചത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അപ്പച്ചനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ അപ്പച്ചൻ്റെ പേര് പറയില്ല, അപ്പച്ചൻ്റെ മുന്നിൽ നിൽക്കുകയില്ല, മുതലാളി എന്ന് വിളിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടം. പ്രേം നസീർ പോലും അത്രയും റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ആളാണ് അപ്പച്ചൻ എന്നാലോചിക്കണം. അങ്ങനെയുള്ള അപ്പച്ചൻ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞത്, ശരി, അങ്ങനെ എന്നെ വീട്ടിൽ വന്ന് കാണട്ടെ, സംസാരിക്കട്ടെ എന്നാ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞു. അത് അങ്ങനെ പോയി തന്നെ അപ്പച്ചനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അപ്പച്ചൻ എന്താ പറയുക, എന്നാൽ അയാൾ വേണ്ട, അയാളുടെ വീട്ടിൽ പോയി കണ്ടിട്ട് എൻ്റെ സിനിമയിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വീട്ടിൽ പോകുന്നില്ല എന്ന് തീരുമാനത്തോടെ നിൽക്കുകയാണത്. അങ്ങനെ മമ്മൂട്ടി അഭിനയിക്കേണ്ട റോളിന് പകരം വേറെ പലരെ KP ഉമ്മർ അടക്കമുള്ളവർ നോക്കി. പക്ഷെ ആ കഥാപാത്രത്തിന് മമ്മൂട്ടിക്ക് പകരം വയ്ക്കാൻ വേറെ ആളുണ്ടായില്ല. അവസാനം ഒരു തീരുമാനമെത്തി, അയാളെ തന്നെ വിളിക്കാം. ഇനിയിപ്പോൾ അയാളുടെ വീട്ടിൽ പോയി കാണുമ്പോൾ വേണ്ട, എൻ്റെ വീട്ടിലും പോയി എൻ്റെ അടുത്തും വരണ്ട. അപ്പോൾ ഈ 2 പേർക്കും യോജിക്കാവുന്ന ഈഗോ ഇല്ലാത്ത ഒരു സ്ഥലം തീരുമാനിക്കുന്നു. അത് എറണാകുളത്ത് തിയേറ്ററിൽ വെച്ചാണ്. തിയേറ്റർ സിനിമ അപ്പോൾ വേറെ ആരും സംശയിക്കില്ലല്ലോ. ആ തിയേറ്ററിൽ വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുമ്പോൾ വേറൊരു രസമുണ്ട്. അപ്പച്ചൻ അവിടെ വെച്ച് ശരിക്കും ഒരു പരിഹസിക്കുന്ന രീതിയിലാണ് മമ്മൂട്ടി സംസാരിച്ച്, അല്ലയോ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറേ, നിങ്ങളിപ്പോൾ തിളങ്ങി നിൽക്കുകയാണല്ലോ. കാരണം മമ്മൂട്ടി അത് സൂപ്പർ സ്റ്റാർ പോയിട്ട് വലിയ നടനും കൂടി ആയിട്ടില്ല. അപ്പോൾ പരിഹസിക്കുകയാണ്, എൻ്റെ സിനിമയിൽ പടയോട്ടം എന്നൊരു കൊച്ചു സിനിമയിൽ ഒരു ചെറിയ വില്ലൻ റോളുണ്ട്. മാത്രമല്ല ഈ ചെറിയ വില്ലൻ റോളിന് അങ്ങേക്ക് ഞാൻ 5000 രൂപയേ തരുമുള്ളൂ, അഭിനയിക്കാൻ സമയം കിട്ടുമോ ആവോ എന്നുള്ളതിനാണ് സംസാരിച്ചത്. അപ്പോൾ മമ്മൂട്ടി പറയും, എന്നെ ആക്കാണെന്ന് മമ്മൂട്ടി മനസ്സിലായപ്പോൾ മമ്മൂട്ടി എന്നിട്ട് നല്ല റെസ്പെക്റ്റ് കൊടുത്ത് പറഞ്ഞു, അപ്പച്ചൻ സാറേ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് താങ്കളോട് വരാൻ പറഞ്ഞത് ഈഗോയുടെ പേരിലല്ല. ഞാൻ PG വിശംബരൻ്റെ സ്ഫോടനം എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയി. ചാടുന്ന രംഗമുണ്ട്, ചാടി എൻ്റെ കാലൊടിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ട് ഞാൻ വീട്ടിൽ കിടക്കുകയായിരുന്നു.
അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട കാറ്റിനും വെച്ചുകൊണ്ട് എനിക്ക് അവിടെ വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. അത് അങ്ങയോട് പറഞ്ഞ ആൾക്കാർ തെറ്റിദ്ധരിച്ച് സംസാരിച്ചത് എൻ്റെ മിസ്റ്റേക്കല്ല. കണ്ടില്ല, ഇപ്പോഴും എൻ്റെ കാർഡ് കണ്ടല്ലോ, ഇത് പ്ലാസ്റ്റർ ഇട്ട കാർഡാണെന്ന് അങ്ങേർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അഭിനയം എൻ്റെ തൊഴിലാണ്. അത് ചെറിയ റോളായാലും വലിയ റോളായാലും ഞാൻ അഭിനയിച്ചിരിക്കും. ഞാൻ വലിയ റോളിൽ പ്രശസ്തനായ നടനല്ലാതെ എനിക്കറിയാം, പക്ഷേ മോശം നടനല്ല. അപ്പോൾ അതുകൊണ്ട് അഭിനയിക്കാൻ തയ്യാറാണ്. അങ്ങനെ സന്തോഷത്തോടെ പിരിഞ്ഞു. അഭിനയിക്കാൻ തീരുമാനിച്ചു ചെല്ലുന്നു. പാലക്കാടാണ് ലൊക്കേഷൻ ഉള്ളത്. അവിടുത്തെ രസകരം വെച്ചാൽ അവിടെ എല്ലാവരും വിനയപൂർവ്വം നിൽക്കുന്നു. മുതലാളി എന്ന് വിളിക്കാറുള്ള മമ്മൂട്ടി ചെല്ലുന്നു. മമ്മൂട്ടിയെ ചോദിക്കുന്നത്, മിസ്റ്റർ അപ്പച്ചൻ, എൻ്റെ താമസ സ്ഥലം എവിടെയാണ് എന്നാണ് ആദ്യം ചോദിച്ചതെന്നാണ് പറയുന്നത്. അത് കൊട്ടി എല്ലാവരും ഞെട്ടി. മുതലാളി എന്ന് എല്ലാവരും വിളിക്കുന്ന അപ്പച്ചനെ മിസ്റ്റർ അപ്പച്ചൻ എന്ന് വിളിച്ചപ്പോൾ അതും വെട്ടി. അതും അപ്പച്ചൻ സഹിച്ചു. അടുത്തതോ മമ്മൂട്ടി ചോദിക്കുന്നു, സ്ക്രിപ്റ്റ് എവിടെ, എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കണമെന്ന് പറയുന്നു. അതും എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ഇതൊക്കെ അപ്പച്ചൻ ക്ഷമിച്ചിട്ട് പറഞ്ഞു, മമ്മൂട്ടി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ സ്ക്രിപ്റ്റ് തരാം, ഇന്ന് നിങ്ങൾ റൂമിൽ പോയി വിശ്രമിക്കൂ. എൻ്റെ റൂം എവിടെയാണ്? അപ്പോൾ സാധാരണ അവിടെ മോഹൻലാൽ, പ്രിയദർശൻ, സിബി മലയിൽ എല്ലാ ഗ്രൂപ്പും ജിജോടൊപ്പമോ അവിടെ അവരുടെ ഗ്രൂപ്പിലൊക്കെ താമസിക്കാറ്. പ്രത്യേകിച്ച് റൂമൊന്നും എടുത്ത് കൊടുക്കാറില്ല. അപ്പോൾ മമ്മൂട്ടി ചോദിച്ച സ്ഥിതിക്ക് ഒരു ഹോട്ടൽ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലും എടുത്ത് കൊടുക്കുകയാണത്. അപ്പോൾ അവിടെ ഇവർ ചെല്ലുകയാണത്. പ്രിയദർശനും സിബിയും മോഹൻലാലും എല്ലാം ചെല്ലുന്നു. കാരണം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അവിടെ വെച്ച് പരിചയപ്പെട്ടപ്പോൾ മോഹൻലാൽ ചോദിക്കുന്നു, മിസ്റ്റർ മമ്മൂട്ടി, നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളെ എങ്ങനെയാണ് വിളിക്കുന്നത്, സംബോധന ചെയ്യുന്നത്? എന്നെ ഇച്ചാക്കാന്ന് വിളിക്കാറ്. ശരി, എന്നാൽ എന്നെ സഹോദരനായി കാണിച്ചു, ഞാൻ ഇന്ന് മുതൽ ഇച്ചാക്കാന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞ് മോഹൻലാൽ അന്ന് മുതൽ ഇച്ചാക്കാന്ന വിളി തുടങ്ങി. അവിടെ ഇവരും ഇടയ്ക്ക് വരുന്നു പോകുന്നു. മമ്മൂട്ടി അഭിനയിക്കുന്നു. പക്ഷേ അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബില്ലെടുത്ത് നോക്കും, ഹോട്ടൽ ബില്ല്. ഇയാളുടെ ഹോട്ടൽ ബില്ല് മദ്യത്തിൻ്റെ ബില്ല് കൂടി വരികയാണല്ലോ, അതൊന്നും ഇവിടെ അനുവദിക്കുന്നതല്ല എന്ന് പറയാണത്. അപ്പോൾ ചോദിച്ചു, മമ്മൂട്ടി പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെ എവിടെയോ എന്തൊരു ചതി നടന്നിട്ടുണ്ടെന്ന് മമ്മൂട്ടിക്ക് മനസ്സിലായി. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞില്ല, ഞാൻ നോക്കട്ടെ, ബില്ല് കൂടിയത് നോക്കി അവരെ വേറെ വിളിച്ച് ചോദിച്ചു, ഈ ബില്ല് എങ്ങനെ വന്നു? ഞാനിവിടെ മദ്യപിക്കാറില്ല, ഞാൻ മദ്യപിക്കുന്ന ആളുമല്ല, പിന്നെ ഈ മദ്യപാനത്തിൻ്റെ ഇത്രയും ഫുഡ് കഴിച്ചതിൻ്റെ ബില്ല് എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ പ്രിയദർശനും മോഹൻലാലും കൂട്ടുകാരും വന്ന് ഇവിടെ മദ്യപിക്കാറുണ്ട്, അതെല്ലാം അവർക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല, ആ ബെല്ലാം ഇച്ചാക്കയുടെ പേരിൽ അയക്കോ, മമ്മൂട്ടിയുടെ പേരിൽ ഇട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എഴുതി ചേർത്തത്. എന്ത് വേണം സാർ എന്നവർ ചോദിച്ചു. അപ്പോൾ മമ്മൂട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരില്ല, പിള്ളേരല്ലേ, അവർ കഴിക്കട്ടെ കുടിക്കട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ വീണ്ടും അപ്പച്ചൻ ചോദിച്ചു, ബില്ലിനെ കുറിച്ച് എന്ത് പറയുന്നു? അത് ഞാൻ കഴിച്ചത് തന്നെയാണ്, ഞാൻ കുടിച്ചത് തന്നെയാണ്. അത് ബില്ല് ഒരു കാര്യം ചെയ്യും, എൻ്റെ റെമ്യൂണറേഷനിൽ വേണമെങ്കിൽ മൈനസ് ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാശ് തരാം എന്ന്. അപ്പോൾ കാശ് തരാമെന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ കയ്യിൽ കാശൊന്നും ഇല്ല എന്നാലോചിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് മമ്മൂട്ടി അവരെയും രക്ഷപ്പെടുത്തി. അത് മോഹൻലാൽ കഴിച്ചതാണെന്നോ പ്രിയദർശൻ കഴിച്ചതാണെന്ന് പറഞ്ഞില്ല, അത് എൻ്റെ അക്കൗണ്ടിലുള്ള തന്നെയാണത് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ വേണമെങ്കിൽ കുറച്ചോ. അപ്പോൾ പൈസ ഇനി കുറയ്ക്കുന്നില്ല, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, പ്രത്യേകിച്ച് സെറ്റിലാകുമ്പോൾ കൺട്രോൾ ചെയ്താൽ കൊള്ളാം. അങ്ങനെ സന്തോഷത്തോടു കൂടി കമ്മാരൻ എന്നുള്ള കഥാപാത്രത്തെ അഭിനയിക്കുകയും പടയോട്ടത്തിൽ അഭിനയിക്കുകയും, പടയോട്ടത്തിൽ തന്നെ മോഹൻലാലിൻ്റെ അച്ഛനായിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചതെന്ന് ആലോചിക്കണം.